കടൽ തീരത്ത് വെച്ച് സുധീഷ് നിധിയടുത്ത് എല്ലാ സത്യങ്ങളും തുറന്നു പറയാണ്. നിധിയെ ആദ്യമായി കണ്ടതും അവൻക്ക് അവളോടുള്ള സ്നേഹവും ഒക്കെ പറയുന്നുണ്ട്. ആ സമയം നിധിക്ക് വല്ലാതെയാവുന്നുണ്ട്. നിധി അവൻ്റെ അടുത്ത് പറയാ, ഇത്രയും കാലം സുധീഷിൻ്റെ ജീവിതം ഞാൻ കളഞ്ഞു എന്നൊരു സങ്കടമായിരുന്നു. സുധീഷിന് എന്നെ ഇഷ്ടമല്ല എന്നൊക്കെയാ ഞാൻ കരുതിയത്. അങ്ങനെ സുധീഷ് അവളടുത്ത് ഒരു അഭിപ്രായം ചോദിച്ചെങ്കിലും പിടികൊടുക്കാതെ നിധി അങ്ങ് എണീറ്റു പോവാണ് കേട്ടോ. പിന്നീട് അന്ന് രാത്രി പോലും നിധിയുടെ ഉള്ളിൽ സുധീഷിൻ്റെ വാക്കുകളായിരുന്നു. ഒരു കുളിർമ അവളുടെ ഉള്ളിൽ ആകെ പൊതിയുന്ന പോലെ അവൾക്ക് തോന്നി. സുധീഷിന് ഇഷ്ടം താൻ എന്നോ മനസ്സിലാക്കിയതാണ്. തന്നെ വലിയ ഇഷ്ടമാണെന്ന കാര്യം അവൾക്ക് മനസ്സിലായിരുന്നു. അങ്ങനെ സുധീഷിന് പ്രത്യേകിച്ച് മറുപടിയൊന്നും നിധിക്കരികിൽ നിന്ന് കിട്ടിയില്ല. എന്നാലും അവൻ പ്രതീക്ഷ കൈവിടാതെ തൻ്റെ മനസ്സിലുള്ളതെല്ലാം തുറന്ന് പറഞ്ഞല്ലോ. ആ ഒരു ചിന്തയായിരുന്നു കേട്ടോ സുധീഷിന്. അങ്ങനെ ഇരിക്കുകയാണ് നീതുവിൻ്റെയും ഹരീഷിൻ്റെയും കാര്യത്തിൽ അവരെല്ലാവരും കൂടെ തീരുമാനമെടുക്കാണ്. നീതുവിനെ മറ്റൊരു വിവാഹം ഉറപ്പിക്കുന്നുണ്ട്. അവളുടെ വീട്ടുകാർ അവളെ ഒരു റൂമിൽ അടച്ചിടുകയാണ്. ഒടുവിൽ ഹരീഷും സുധീഷും കൂടെ ചേർന്ന് നീതുവിനെ ആ വീട്ടിൽ നിന്ന് പൊക്കിക്കൊണ്ടു പോകുന്നുണ്ട്. ആദ്യമൊന്നും സുഭാഷേട്ടനോട് ഈ കാര്യം അറിയിക്കുന്നില്ല. സുഭാഷേട്ടൻ എന്തായാലും എതിർക്കുന്ന് അവർക്കറിയാം. അവളുടെ ആങ്ങളോട് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ നീതിയും അവരോടൊപ്പം സപ്പോർട്ട് ചെയ്യാട്ടോ. പിറ്റേ ദിവസം ഒരു അമ്പലത്തിൽ വെച്ച് താലികെട്ടും രജിസ്ട്രേഷനും കഴിഞ്ഞിട്ടാണ് ഹരീഷും നീതുവിനെ കൊണ്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. ആരതിയുവിനെ നിധി സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ ആ വീട്ടിൽ കിളിക്കൂടിൽ മറ്റൊരു പെൺകുട്ടിയും കൂടി വലതുകാൽ വെച്ച് വരാണ്. ഹരീഷിൻ്റെ ഭാര്യയായിട്ട് നീതുവിൻ്റെ അച്ഛനും ചേട്ടനും വന്ന് വീണ്ടും വഴക്കുണ്ടാക്കിയെങ്കിലും ഞങ്ങളുടെ വീടുമുറ്റത്ത് വന്ന് വഴക്കുണ്ടാക്കരുതെന്നും ഇതെൻ്റെ ഭാര്യയാണെന്നും ഹരീഷ് പറയുന്നുണ്ട് കേട്ടോ. അതോടുകൂടെ അവർ പിന്നെ ഒരക്ഷരം മിണ്ടാതെ തിരിഞ്ഞു പോവാണ്. അങ്ങനെ നീതുവും ഹരീഷും ഒരു റൂമിൽ താമസാക്കുന്നുണ്ട്. സുധീഷ് ഏട്ടന്മാരുടെ കൂടെ വന്ന് കിടക്കുന്നത് കാണുമ്പോൾ നീതു ചോദിക്കാം, അതെന്താ സുധീഷേട്ടൻ ഇവിടെ വന്ന് കിടക്കുന്നത്? നിധിയേട്ടത്തിൻ്റെ കൂടെയല്ലേ കിടക്കേണ്ടത്? ഏയ് അതൊന്നുമല്ല, എനിക്കിവിടെ കിടന്നാലേ ഉറക്കം വരൂ. അതൊക്കെ കള്ളം. നിങ്ങൾ അങ്ങനെയാണോ എന്ന് ഹരീഷിനെ നോക്കി ചോദിക്കാം. ആ, എനിക്കും ഇടയ്ക്ക് ഇവിടെ വന്ന് കിടന്നാലേ ഉറക്കം വരൂ. അങ്ങനെ അവിടെ കിടത്തി ഞാൻ ഉറക്കത്തില്ല എന്ന് പറഞ്ഞ് നീതു ഹരീഷിനെയും കൊണ്ട് പോവാണ് കേട്ടോ. ഈ സമയം നിധി ഇതെല്ലാം കാണുന്നുണ്ട്. അവളുടെ ഉള്ളിലും സുധീഷിനോട് ഈ അകൽച്ച കാണിക്കുന്നതിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവൾക്ക് നിരാശ തോന്നുന്നുണ്ട്. സുധീഷിനെ ഒന്ന് നോക്കിയതിനു ശേഷം അവൾ റൂമിലേക്ക് പോവാണ്. എന്തായാലും ഏട്ടനെ വിളിക്കാനൊന്നും പോകുന്നില്ല. മര്യാദക്ക് അവിടെ കിടന്ന് ഉറങ്ങാൻ നോക്കുന്നു നികേഷ് പറയാണ്. ഇപ്പോൾ സുഭാഷേട്ടാ നമ്മൾ 3 പേരായി. സുധീഷേട്ട എപ്പോഴാണോ ആവോ നിധിയെടുത്തിട്ട് റൂമിൽ പോയി കിടക്കുന്നത്. പിന്നെ നമ്മൾ 2 പേരും തനിച്ചാ. അതെന്താടാ തനിച്ച് കിടക്കണടാ, നീ ഒരെണ്ണത്തിനെ ഒപ്പിച്ച് കൊണ്ടുപോവാ, വിവാഹം കഴിപ്പിച്ചേരാന്ന് സുധീഷ് പറയുമ്പോൾ, എടാ വേണ്ടതിനൊന്നും അവനോട് പറയണ്ട, അവനിപ്പോൾ പഠിക്കല്ലേ. എന്തായാലും ഞാൻ സുഭാഷിനെ വിവാഹം കഴിച്ചിട്ടേ ഏതൊരു പെണ്ണിനെയും വിവാഹം കഴിക്കൂ എന്ന് നികേഷ് പറയുന്നുണ്ട് കേട്ടോ. അത് കേട്ടതും നീ എന്നെ കാത്തിരിക്കൊന്നും വേണ്ട, പക്ഷേ നീ എനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടി ഉണ്ടെങ്കിൽ നമുക്ക് വിവാഹം ആലോചിക്കാടാ എന്ന് തമാശ മട്ടിൽ പറയുന്നുണ്ട്. അതൊന്നും പറ്റില്ല, സുഭാഷേട്ടൻ്റെ വിവാഹം കഴിഞ്ഞിട്ടേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ. അതിനിപ്പോൾ വിവാഹം കഴിച്ചില്ലെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല എന്ന് നികേഷ് പറയാണ്. ആ സമയത്ത് സുഭാഷിൻ്റെ മനസ്സിലോട്ട് സുനന്ദയുടെ മുഖം വരാണ്. അവൾ അത്രയും അവൻ ആരെയും സ്നേഹിച്ചിട്ടില്ലായിരുന്നു. അവളിപ്പോൾ മറ്റൊരാളുടെ ഭാര്യയാണ് എന്നോർക്കുമ്പോൾ ചങ്ക് പെടക്കുന്നുണ്ട്. എവിടെയെങ്കിലാണെങ്കിലും അവൾ സന്തോഷത്തോടെ കഴിയട്ടെ എന്ന് മാത്രാട്ടോ സുഭാഷിൻ്റെ ഉള്ളിലുള്ളത്. പിറ്റേ ദിവസം നിധി ഓഫീസിലേക്ക് പോവാണ്. അങ്ങനെ നിധിയെ മുമ്പിൽ ഒരു ആർട്ട് വർക്ക് നൽകിയിട്ടുണ്ടാവും സിദ്ധു. ഒരുപാട് ക്ലയൻറ്റുകൾ ഒരു മീറ്റ് ചെയ്യാൻ വരും. ആ സമയത്ത് അവർ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഐഡിയക്കനുസരിച്ച് നല്ലൊരു പ്രൊജക്റ്റ് തയ്യാറാക്കണം. ഒരുപാട് വിശ്വാസത്തോടു കൂടെയാണ് സിദ്ധു ആ പ്രൊജക്റ്റ് നിധിയെ ഏൽപ്പിക്കുന്നത്. അങ്ങനെ ഒരാഴ്ചയോളം നിധി ഉറക്കമൊഴിച്ച് ആ ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കാട്ടോ. സുഭാഷിൻ്റെയൊക്കെ സഹായത്തോടു കൂടെ അവൾ അടിപൊളിയായിട്ട് ആ പ്രൊജക്റ്റ് തയ്യാറാക്കി ലാപ്ടോപ്പിൽ സൂക്ഷിച്ച് അവൾ പോകുന്നുണ്ട്. എന്നാൽ പോകുന്ന വഴിക്ക് ആ ലാപ്ടോപ്പ് അവളൊരു ഓട്ടോയിൽ മറന്നു വെക്കുകയാണ്. ക്ലയൻറ്റുകളെ കാണിക്കാനായിട്ട് ആ പ്രൊജക്റ്റ് ചോദിക്കുന്ന സമയത്താണ് തൻ്റെ ലാപ്ടോപ്പ് താൻ എവിടെയോ മറന്നു വെച്ച കാര്യം നിധിക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ നിധിയെ ആ ഓഫീസിലുള്ള സിദ്ധാർത്ഥ് ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട്. നിവൃത്തിയില്ലാതെ
സുധീഷിനെ വിളിക്കുക. സുധീഷ്, എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. എന്താ നിധി? നിധി എന്ത് പറഞ്ഞാലും എനിക്കത് സന്തോഷമല്ലേ ഉള്ളൂ. ഞാൻ വരുന്ന വഴി ഒരു ഓട്ടോയെ കൈ കാണിച്ചിരുന്നു. അതിലെൻ്റെ ലാപ്ടോപ്പ് മറന്നു വെച്ചു. വീട്ടിൽ നിന്ന് എടുത്തെന്ന് ഉറപ്പാണ്. അതെ, വീട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്കെന്തോ ഓർമ്മ വന്നില്ല. അത് ഓട്ടോയിൽ തന്നെയുണ്ട്. എവിടെന്നാ നിധി ഓട്ടോ കയറിയത്? അങ്ങനെ എല്ലാ കാര്യം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സുധീഷിന് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ നിധി. അങ്ങനെ നിധി ആണെങ്കിലും ആകെ ടെൻഷനോടെ നിൽക്കുക. ഈ സമയം സിദ്ധാർത്ഥ് അവളെ വഴക്ക് പറയുന്നുണ്ട്. അത് നിന്നെ ഏൽപ്പിച്ചതാ. എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. അത് നിന്നെ ഏൽപ്പിക്കാൻ പാടില്ലായിരുന്നു. ഇനി വരുന്ന ക്ലയൻറ്റുകളോട് ഞാൻ എന്തു പറയും എന്ന് സുധീഷ് ആ ലാപ്ടോപ്പ് യഥാസമയത്ത് കണ്ടുപിടിച്ച് ആ ക്ലയൻറ്റുകളുടെ മുമ്പിൽ ഹാജരാക്കാനായിട്ട് തന്നെ നിധിയെ സഹായിക്കുകയാണ്. അങ്ങനെ ആ ഒരു ലാപ്ടോപ്പിലെ എല്ലാ പ്രൊജക്റ്റും ആ ക്ലയൻറ്റുകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ആ വലിയൊരു പ്രൊജക്റ്റ് സിദ്ധാർത്ഥിൻ്റെ കമ്പനിക്ക് തന്നെ കിട്ടുകയും ചെയ്യാട്ടോ. അങ്ങനെ അന്ന് രാത്രി എല്ലാവർക്കും സിദ്ധാർത്ഥിൻ്റെ പാർട്ടിയായിട്ട് ഡിന്നർ ഓർഡർ ചെയ്യുന്നുണ്ട്. ഡിന്നർ കഴിച്ചിട്ട് നിധി പോകാൻ പാടുള്ളൂ. നിധിയും കൂടെ ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു ഡിന്നർ ഞാൻ എല്ലാവർക്കും സെലിബ്രേറ്റ് ചെയ്യുന്നത്. നിധിയാണ് ഇതിൽ മുഖ്യ അതിഥി. കാരണം നിധി കാരണമാണല്ലോ അത്രയും വലിയ ക്ലയൻറ്റ് നമുക്ക് കിട്ടിയത്. അങ്ങനെ ഈ സമയം നിധിക്കാണെങ്കിൽ വല്ലാത്ത ഒരു അസ്വസ്ഥത തോന്നാൻ കേട്ടോ. അങ്ങനെ നിധി ആ സമയത്ത് ഓരോ കാര്യം പറഞ്ഞ് വീട്ടിലേക്ക് തന്നെ പോരുന്നുണ്ട്. സിദ്ധാർത്ഥ് നിധിയോട് പ്രണയമാണ് കേട്ടോ. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും സിദ്ധാർത്ഥ് നിധിയോട് തൻ്റെ പ്രണയത്തെക്കുറിച്ച് പറയാൻ തീരുമാനിക്കുകയാണ്. ഓഫീസിലേക്ക് വന്ന സിദ്ധാർത്ഥ് നിധിയോട് ക്യാമ്പിലേക്ക് വിളിക്കുന്നുണ്ട്. നമുക്കൊരിടം വരെ പോകണമെന്നും സൈറ്റിലേക്കാണെന്ന് പറഞ്ഞ് നിധിയെ കൊണ്ടുപോവാണ്. വഴിയിൽ ഒരാളൊഴിഞ്ഞ ഒരു പാർക്ക് എന്ന് തോന്നിക്കുന്ന ഒരു പൂന്തോട്ടത്തിൽ വാഹനം നിർത്തുന്നുണ്ട്. എന്താ സിദ്ധാർത്ഥ് ഇവിടെ? അതെ, നിധി ഇറങ്ങി, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. നിധി സംശയത്തോടെ വാഹനത്തിൽ നിന്ന് ഇറങ്ങാണ്. എന്താ സിദ്ധാർത്ഥ്, എന്താ പറയാനുള്ളത്? അത് പിന്നെ നിധി, വീട്ടിലെ അമ്മ ഒരേ കാര്യത്തിന് വഴക്ക്. ഞാൻ ഇതുവരെ വിവാഹത്തിന് സമ്മതിച്ചില്ലെന്നും പറഞ്ഞുകൊണ്ട്. അതിപ്പോൾ എന്നോടെന്തിനാ പറയുന്നത്? ഞാൻ കാര്യത്തിലേക്ക് വരട്ടെ നിധി, പ്ലീസ് അതുവരെ ഒന്നും മിണ്ടാതിരിക്കോ. അങ്ങനെ നിധിയോട് പറയണേ, എനിക്ക് മനസ്സിലിഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ ഇന്നേ വരെ ഞാൻ കണ്ടില്ല. പക്ഷേ നിധി ആ ഓഫീസിലേക്ക് വന്നതിന് മുമ്പിൽ എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നു, ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടി ഇതല്ലേ എന്ന്. അതെ നിധി, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നിൻ്റെ വീട്ടുകാരുമായി ആലോചിച്ച് നിനക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് ഈ വിവാഹാലോചന മുന്നോട്ട് കൊണ്ടുപോവാം. നീ എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ കൂടെ എൻ്റെ ഓഫീസിൽ നീ എന്നും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് കേട്ടതും നിധി അവളുടെ കഴുത്തിലെ താലിയിലേക്ക് നോക്കാൻ കേട്ടോ. പിന്നീട് ഒന്നും മിണ്ടാതെ വാഹനത്തിൽ തന്നെ കയറാണ്. എന്താ നിധി, ഞാൻ പറഞ്ഞത് നിനക്ക് ഇഷ്ടമായില്ലേ? സിദ്ധാർത്ഥ്, എൻ്റെ വിവാഹം കഴിഞ്ഞതാണ്. എനിക്ക് ഭർത്താവുണ്ട്. ഒടുവിൽ അവൾക്കത് പറയേണ്ടി വരാണ് കേട്ടോ. എന്ത് ഭർത്താവുണ്ടെന്നോ? നിധി ഇങ്ങനെയൊന്നുമല്ലല്ലോ പറഞ്ഞത്. എന്താ ആ ഭർത്താവ് എന്താ നിധിയെ ഉപേക്ഷിച്ചോ? അങ്ങനെയൊന്നുമല്ല, അയാൾക്ക് എന്നെ ഇപ്പോഴും ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ഇഷ്ടം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ വിവാഹം കഴിക്കേണ്ടി വന്നവരാണ്. പക്ഷേ അവരാണ് എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ ഭർത്താവായിട്ടുണ്ടാവുക. മറ്റൊരു പുരുഷൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. സിദ്ധാർത്ഥന് ഞാൻ പറയുന്നത് മനസ്സിലാവോ? അല്ല, ആ ഭർത്താവ് ആരാണ്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ സിദ്ധാർത്ഥ് ചോദിക്കുന്നുണ്ടെങ്കിലും നിധി അതിനൊന്നും മറുപടി പറയുന്നില്ല കേട്ടോ. അങ്ങനെ നിധി വീട്ടിലേക്ക് വരുമ്പോഴും സിദ്ധാർത്ഥിൻ്റെ പ്രൊപ്പോസൽ കാര്യമൊക്കെ ഓർമ്മ വരുന്നുണ്ട്. എന്നാൽ സിദ്ധാർത്ഥിനെ കൊണ്ട് പൊറുതി മുട്ടി നിൽക്കായിരിക്കും സുധീഷ്. ഏത് സമയവും അവളെ കൂടെ കറക്കം. അങ്ങനെ നിധിയും ഈ സിദ്ധാർത്ഥും കൂടെ വയലിൽ വെച്ച് നിൽക്കുന്നത് സുധീഷിനോട് ആരോ പറഞ്ഞു കൊടുത്തതോടു കൂടെ സുധീഷ് അന്ന് ദേഷ്യത്തിലാട്ടോ വന്നത്. ഇവളുണ്ടല്ലോ ആ സിദ്ധാർത്ഥിൻ്റെ കൂടെ പലയിടങ്ങളിൽ നടക്കുക. ചുമ്മാതല്ല, വീട്ടിലിരിക്കുന്ന ഭർത്താവിനെ ഇവൾക്ക് കണ്ണ് പിടിക്കാത്തത്. ഓഫീസറല്ലേ, വലിയ ഓഫീസർ എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നുണ്ട്. ആ സമയത്ത് നിധി വന്ന് പറയുന്നുണ്ട്, എന്താ സുധീഷ് ഇത്, എന്തൊക്കെയാ ഇങ്ങനെയൊക്കെ പറയുന്നത്? സുധീഷിന് എന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണോ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുന്നതാണോ സുധീഷിന് നല്ലത്? അയ്യോ വേണ്ടായേ, നീ ഈ വീട്ടിൽ നിന്ന് പോവേണ്ട, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞ് സുധീഷ് ഇറങ്ങി പോവാട്ടോ. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ടും സുധീഷിനെ കാണുന്നില്ല. നികേഷൊക്കെ അവളോട് പറയുന്നുണ്ട്, സുധീഷേട്ടൻ എവിടെ ഏടത്തി? അങ്ങനെയൊക്കെ പറഞ്ഞതിൽ വലിയ സങ്കടം ഉണ്ടാവും. ആ മറ്റുള്ളവർക്കും സങ്കടമുള്ള കാര്യം അയാൾക്ക് എന്താ അറിയത്തില്ലേ? എടാ ആ മോളോടൊന്നും പറയാതെ എന്ന് സുഭാഷ് അവളുടെ അടുത്ത് ഇങ്ങനെ നികേഷിൻ്റെ അടുത്ത് പറയാട്ടോ. അങ്ങനെ അവൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ട്. ഞാൻ വിളിച്ചു അവനെ ഒരുപാട്, അവൻ വന്നില്ല. എന്തിനാ സുഭാഷ് ചേട്ടാ വെറുതെ വിളിക്കാൻ പോകുന്നത്, ഇങ്ങോട്ട് വന്നോളും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിധി പറഞ്ഞെങ്കിലും അവളുടെ ഉള്ളിൽ സുധീഷ് ആ വീട്ടിലേക്ക് ഇല്ലാതാകുമ്പോൾ വല്ലാതെ ബോറടി കേട്ടോ. പിന്നെ ഓഫീസിലേക്ക് പോവാതെ ആവാണ് നിധി മോളെ, നീ ഓഫീസിൽ പോവാതിരുന്നോണ്ട് എന്താ കാര്യം? അവൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണോ? എനിക്കിനി ആ ഓഫീസിൽ ജോലി വേണ്ട സുഭാഷ് ചേട്ടാ. അതുകൊണ്ടാ. ജോലി വേണ്ടെന്നോ? നീ ഒരുപാട് ആഗ്രഹിച്ച ജോലിയല്ലേ, മറ്റെവിടെയെങ്കിലും ട്രൈ ചെയ്യാം, അവിടെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അല്ല അന്നെന്തിനാ മോള് സിദ്ധുവിൻ്റെയും കൂടെ ആ പാർക്കിലേക്ക് പോയത്? അത് പിന്നെ അങ്ങനെ അന്നുണ്ടായ കാര്യങ്ങളെല്ലാം നിധി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ.
അന്ന് എന്നെ ഒരു സൈറ്റിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അവിടേക്ക് വന്നത്. ആ ഒരു സമയത്താണ് അവിടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വയൽ വണ്ടി നിർത്തുകയും തന്നെ ഇഷ്ടമാണെന്നും വിവാഹാലോചനയോട് വന്നത്. അപ്പം തന്നെ അത് ഞാൻ നുള്ളിക്കളഞ്ഞു. വിവാഹം കഴിച്ചതാണെന്നും എനിക്ക് ഭർത്താവുള്ള കാര്യം സിദ്ധാർത്ഥിനോട് പറഞ്ഞതോടെ അയാൾ ആ കാര്യം വിടുകയും ചെയ്തു. പിന്നെ എന്താ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ സമയം നികേഷിനും സുഭാഷിനും അച്ഛനൊക്കെ വലിയ സന്തോഷമാകുന്നുണ്ട് കേട്ടോ. നിധി നല്ലൊരു പെൺകുട്ടിയാണെന്ന് അവർക്കറിയാം. എന്നാലും സിദ്ധുവിനോട് ഇത്തരത്തിൽ പറയുമെന്ന് അവരൊരിക്കലും പ്രതീക്ഷയല്ല. അങ്ങനെ അവരാണെങ്കിൽ അവർക്ക് വലിയ സന്തോഷമാവാണ്. സുഭാഷ് ഈ കാര്യം സുധീഷിനെ പോയി അറിയിക്കുന്നത്. എടാ നീ വീട്ടിലേക്ക് വാടാ, നിധി നല്ല കുട്ടിയാണ്. ഞാൻ വീട്ടിലേക്ക് വരണമെങ്കിൽ നിധി വന്നെന്നെ വിളിക്കണം, അല്ലാതെ ഞാൻ വരത്തില്ല. എന്നാൽ നീ ഈ ജന്മം അവിടേക്ക് വരുമെന്ന് തോന്നില്ല. ആഹാ, ഞാനാണോ ഈ പ്രശ്നങ്ങളുണ്ടാക്കിയത്? അവളല്ലേ അവളുടെ ബോസിന്റെ കൂടെ കറങ്ങാൻ നടക്കുന്നത്. എടാ അതൊന്നുമല്ല കാര്യം. നീ വിചാരിക്കുന്ന പോലെയല്ല. സിദ്ധാർത്ഥ് അവളെ പ്രപ്പോസൽ ചെയ്തു. അന്നേരം അവൾ എന്താ പറഞ്ഞെന്നറിയാമോ? എനിക്ക് ഭർത്താവുണ്ട്, ആ ഭർത്താവ് മാത്രമേ ഈ ജന്മം എൻ്റെ കൂടെ ഉണ്ടാവും, മറ്റൊരു ഭർത്താവിനെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ലെന്ന്. അത് നിധി അങ്ങനെ പറഞ്ഞോ? ഇത് കേട്ടതും സുധീഷ് അങ്ങ് മോട്ടറാവുന്നുണ്ട് കേട്ടോ. അവൾ അങ്ങനെ പറഞ്ഞു. അത് സുഭാഷേട്ടന് എങ്ങനെ അറിയാം? അവൾ ഞങ്ങളടുത്ത് പറഞ്ഞല്ലോ. എന്നാൽ എന്നോട് മാത്രം എന്തിനാ അവളിങ്ങനെ അകൽച്ച കാണിക്കുന്നത്? അതൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നിധി മറ്റൊരു ബന്ധത്തിന് പോവില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ അവൾ ഫയൽ ചെയ്ത ആ ഡിവോഴ്സ് നോട്ടീസ് അങ്ങ് ഒഴിവാക്കാൻ പറ. എടാ അത് നിനക്കറിയാമോ? അത് എന്തെന്ന് വെച്ചാൽ ആവട്ടെ, ഇതുവരെ അവൾ മറ്റൊരു വിവാഹമോ അതിനോ പിന്നെ ഒന്നും ചെയ്ത് കോടതിയിലോ ഒന്നും കാണാൻ പോയില്ലല്ലോ എന്ന് പറഞ്ഞ് ഏകദേശം അങ്ങ് സോൾവ് ആക്കാട്ടോ. അങ്ങനെ നിധി പിറ്റേന്ന് ഓഫീസിലേക്ക് പോകുന്നുണ്ട്. അവൾക്ക് അവിടെ നിന്ന് ആ ഒരു ജോലി വേണ്ടെന്ന് വെക്കണം. അതിനുശേഷം അവൾക്ക് ഇങ്ങനെ മറ്റൊരു ജോലി അന്വേഷിക്കാനും കൂടെ വേണ്ടിയാണ് പിന്നീട് പുറപ്പെടുന്നത്. അങ്ങനെ ആദ്യം അവൾ ചെയ്യുന്നത്, അവൾ അന്ന് കണ്ടിരുന്ന ആ ഒരു വക്കീലിനെ കണ്ട് ആ ഒരു ഡിവോഴ്സിൻ്റെ ഇതൊക്കെ പേപ്പറും കാര്യങ്ങളൊക്കെ ഇനി വേണ്ടെന്നും താൻ തുടർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും അവൾ പറഞ്ഞിട്ട് അതെല്ലാം ക്യാൻസൽ ചെയ്യിപ്പിക്കാട്ടോ. അങ്ങനെ സുധീഷ് താമസിക്കുന്ന സ്ഥലത്തേക്ക് അവൾ പോകുന്നുണ്ട്. സുധീഷ് അവളെ കണ്ടപ്പോൾ ഒരു പരിഭവമൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. എന്താ, എന്തിനാ വന്നത്? ഞാൻ ആ വീട്ടിൽ ആരുമല്ലല്ലോ. ആര് പറഞ്ഞു? അത് സുധീഷിൻ്റെ വീടല്ലേ, ഞാനാ അവിടുന്ന് പോവേണ്ടവൾ. ഞാൻ ഇറങ്ങി തന്നേക്കാം. സുധീഷ് അങ്ങോട്ട് തന്നെ വന്നു. അയ്യോ നിധി ആ വീട്ടിൽ നിന്ന് പോവേണ്ട, ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ് സുധീഷ് പിന്നെ നിധിയുടെ കൂടെ തന്നെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ നിധിക്ക് തന്നെ തോന്നാണ് സുധീഷില്ലാതെ തനിക്കാവില്ലെന്ന കാര്യം. അങ്ങനെ ഒരു പ്രശ്നം കൂടെ അവരുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. വീണ്ടും നിധിയുടെ അച്ഛന് വന്നിട്ട് സുധീഷും നിധിയും ഒരുമിച്ചല്ല ജീവിക്കുന്നത്, അവർ യഥാർത്ഥ ഭാര്യ ഭർത്താക്കന്മാരല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് പിന്നീട് അവിടേക്ക് വരുന്നത്. അത് ഭാസ്കരൻ്റെ വായിൽ തന്നെ കേട്ടതാട്ടോ. ഭാസ്കരൻ്റെ വായിൽ വെച്ച് കണ്ടതോടുകൂടെ ഈ നിധിയുടെ അച്ഛൻ കൂട്ടിക്കൊണ്ടുപോയി ബാറിൽ പോയി നല്ല മദ്യം കൊടുത്തിട്ടുണ്ടാവും. അതോടുകൂടെ എല്ലാ സത്യങ്ങളും വിളിച്ച് പറയാണ്, തൻ്റെ മകൾ ഇനി ആ വീട്ടിൽ നിൽക്കേണ്ട, അവളെ ബലമായി പിടിച്ചു കൊണ്ടുവരാൻ തന്നെ അദ്ദേഹം തീരുമാനിക്കുകയാണ്. ആ ഒരു തീരുമാനത്തിൽ നിന്നാണ് നിധി തൻ്റെ താലി എടുത്തുകൊണ്ട് സുധീഷിനോട് തൻ്റെ അച്ഛൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഒന്നും കൂടെ താലി കെട്ടാൻ വേണ്ടി പറയാണ്. അങ്ങനെ സന്തോഷത്തോടു കൂടെ തന്നെയാണ് ഇനി ഇന്നേക്ക് 10 മാസം കഴിഞ്ഞാൽ അച്ഛന് ഒരു മുത്തശ്ശനാവാം എന്നും ഡയലോഗും കൂടെ നിധി കാച്ചിയത് കൂടെ എല്ലാവരും സന്തോഷമാവാട്ടോ. ആ ഒരു താലികെട്ടിന് ശേഷം നിധിയും സുധീഷും ഒരുമിച്ച് ഒരു റൂമിലൊക്കെയാണ് ഉറങ്ങുന്നത്. വരാൻ പോകുന്ന ഒരു അടിപൊളി ത്രിൽ എപ്പിസോഡാണ് കേട്ടോ ഇത്.